എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 13ഉം 14ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അരിഷ്ടൻ്റെ വരവിനെ പറ്റിയിട്ട് അരിഷ്ടൻ ആ അമ്പാടി കണ്ടിട്ട് എന്തൊക്കെയാണ് വിചാരിച്ചത് എന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനെ തുടർന്നുള്ള ഭാഗങ്ങളാണ് അരിഷ്ടൻ എങ്ങനെയാണ് ഭഗവാനെ ആക്രമിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്ന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. ആദ്യം 13ാമത്തെ ശ്ലോകം നോക്കാം. തത്കിം വിചാരേണ കരോതി വാസമത്രൈവ ദേവഃ കമലാസഹായ നോ ചേത് കഥം നാമ വസുന്ധരേയം ഋച്ഛേത് പരാമൃദ്ധിമഭൂതപൂർവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ 2 ശ്ലോകങ്ങളും ഇന്ദ്രവജ്ര വൃത്തത്തിലുള്ളതാണ്. ഇതിൻ്റെ പദച്ഛേദം ആദ്യം നോക്കാം. തത് കിം വിചാരേണ കരോതി വാസം അത്ര ഏവ ദേവഃ കമലാസഹായ ന ചേത് കഥം നാമ വസുന്ധരാ ഇയം ഋച്ഛേത് പരാം ഋദ്ധിം അഭൂതപൂർവാം. ഈ അമ്പാടി എങ്ങനെയാണ് ഇത്ര സുന്ദരമായത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അരിഷ്ടന് മനസ്സിലാവണത്. അതാണ് ഇവിടെ പറയണത്. തത് കിം വിചാരേണ, എന്തിനപ്പം ഇത്ര കൂടുതൽ ആലോചിക്കാനുള്ളത്? ഇതിനെ പറ്റിയിട്ടൊന്നും വിചാരിക്കാനില്ല. കാണുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. വിചാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. തത് തസ്മാത് വിചാരേണ കിം, എന്തിനാണ് ഇത്ര കൂടുതൽ ചിന്തിക്കുന്നത്? ഇത്രയൊന്നും ചിന്തിക്കണ്ട. എന്തുകൊണ്ട്? അത്ര ഏവ, ഇവിടെ തന്നെയാണ് കമലാസഹായ ദേവ വാസം കരോതി. കമലാസഹായ ദേവ, കമലയുടെ സഹായിയായിട്ടുള്ള, കമലയുടെ കാന്തനായിട്ടുള്ള ദേവൻ, അതായത് ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ ഇവിടെ തന്നെയാണ്. അത്രൈവ, ഈ പ്രദേശത്ത് തന്നെയാണ്. ഇതിന് അമ്പാടി എന്നാണ് പേര് എന്നൊന്നും ചിലപ്പോൾ അരിഷ്ടൻ അറിഞ്ഞോളണമെന്നില്ല. ഈ പ്രദേശത്ത് എന്തുകൊണ്ടാണ് ഇത്ര സുഖസുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നടന്നു പോണത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അരിഷ്ടൻ കണ്ടുപിടിച്ചത്. സംശയമൊന്നുമില്ല, ഇവിടെ തന്നെയാണ് കമലാസഹായനായിട്ടുള്ള ദേവൻ ഭഗവാൻ ലക്ഷ്മീനാരായണൻ അത്രൈവ വാസം കരോതി, ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നോ ചേത്, അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ, ഭഗവാൻ ഇവിടെ താമസിക്കുന്നില്ലായിരുന്നുവെങ്കിൽ, കഥം നാമ ഇയം വസുന്ധര, എങ്ങനെയാണ് ഈ വസുന്ധര? വസുന്ധര എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവനും എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ ഇയം വസുന്ധര എന്നുള്ളത് കൊണ്ട് ഈ പ്രദേശം എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. അരിഷ്ടൻ വരണ വഴിക്ക് കണ്ടതായിട്ടുള്ള ഏറ്റവും സമൃദ്ധമായിട്ടുള്ള പ്രദേശം, എല്ലാം കൊണ്ടും സമ്പന്നമായിട്ടുള്ള, ആൾക്കാർക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത അതിസുന്ദരമായിട്ടുള്ള ഈ ഒരു പ്രദേശം, അതാണ് ഉദ്ദേശിച്ചത്. ഇയം വസുന്ധര അഭൂതപൂർവാം പരാം ഋദ്ധിം ഋച്ഛേത്. അഭൂതപൂർവാം, മുൻപെങ്ങും കാണാത്ത വിധം, മുൻപെങ്ങും ഉണ്ടാകാത്ത വിധം. ഈ അരിഷ്ടൻ ഭഗവാനെയും തപ്പിക്കൊണ്ട് കുറേ നാടുകളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയൊന്നും കാണാത്തതായ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അഭൂതപൂർവാം പരാം ഋദ്ധിം. പരാം ഋദ്ധി, പരമമായിട്ടുള്ള ഋദ്ധി, അതായത് ഏറ്റവും ഒരു നാടിനുണ്ടാകേണ്ടതായ നല്ല അന്തരീക്ഷം, എല്ലാം കൊണ്ടും സുന്ദരമായിട്ടുള്ളൊരവസ്ഥ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സമൃദ്ധി വേറൊരു നാട്ടിലും ഞാൻ ഇതുവരെ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്ത് തന്നെയാണ് ഭഗവാൻ നാരായണൻ വസിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അരിഷ്ടൻ തന്നോട് തന്നെ ഉറപ്പിച്ച് പറയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഭൂമി ഇത്ര സുന്ദരമായിരിക്കുന്നത്, കാലാവസ്ഥ ഇത്ര സുന്ദരമായിരിക്കുന്നത്, ഇവിടുത്തെ ജനങ്ങൾ ഇത്ര മര്യാദ ഉള്ളവരായിട്ട് ജീവിക്കുന്നത്. ഇതിനൊക്കെ കാരണം ഭഗവാന്റെ സാന്നിധ്യമാണ് എന്ന് അരിഷ്ടൻ തിരിച്ചറിയാണ് ചെയ്യണത്. നമുക്ക് 14ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇത്തം വിനിശ്ചിത്യ ഗൃഹാൻ ഗൃഹേഭ്യോ ഗത്വാ വിജിന്വത്യസുരേ മുരാരിം ഗാശ്ചാരയിത്വാ ഗഹനേഷു കൃഷ്ണ സായം സകോലാഹലമാജഗാമ. നമുക്ക് ആദ്യം പദച്ഛേദം നോക്കാം. ഇത്തം വിനിശ്ചിത്യ ഗൃഹാൻ ഗൃഹേഭ്യ ഗത്വാ വിജിന്വതി അസുരേ മുരാരിം ഗാ ചാരയിത്വാ ഗഹനേഷു
കൃഷ്ണ സായം സകോലാഹലം ആജഗാമ. ഇത്തം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. നേരത്തെ പറഞ്ഞ പ്രകാരം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു പലതും ആലോചിച്ചിട്ട് അവസാനം ഉറപ്പിക്കുകയാണ് അരിഷ്ടൻ. ഇവിടെ തന്നെയാണ് കൃഷ്ണൻ താമസിക്കുന്നത്. ആ കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ടാണ് പല ദിക്കിലും പോയത്. ഫലം കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ കണ്ണിന് നല്ല ഫലം കിട്ടി. മാത്രമല്ല കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനവുമായി. അതുകൊണ്ട് ഇപ്രകാരം വിനിശ്ചിത്യ, അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ട്, നല്ലവണ്ണം മനസ്സിൽ ഉറപ്പിച്ചു വച്ചിട്ട്, ഗൃഹേഭ്യോ ഗൃഹാൻ ഗത്വാ അസുരേ മുരാരിം വിചിന്വതി സതി. ഗൃഹേഭ്യോ ഗൃഹാൻ, അതായത് ഗൃഹേഭ്യ എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്ന്, ഗൃഹാൻ വീടുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട്. നമ്മൾ ഒരു വീട്ടിൽ നിന്നിറങ്ങി മറ്റൊരു വീട്ടിലേക്ക് എന്ന് ഏകവചനത്തിൽ പറയാം. ഇവിടെ ബഹുവചനത്തിലാണ് കവി പറഞ്ഞിരിക്കുന്നത്. വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് പോയിക്കൊണ്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അസുരൻ. അതാണ് ഗൃഹേഭ്യ ഗൃഹാൻ ഗത്വ, വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട്, അസുരേ മുരാരിം വിചിന്വതി സതി, അസുരൻ അരിഷ്ടൻ, മുരാരിം മുരാരിയെ ശ്രീകൃഷ്ണനെ, വിചിന്വതി സതി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സതി സപ്തമി. ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട് ഓരോ വീടുകളിൽ നിന്നും ഓരോ വീടുകളിലേക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അസുരൻ. അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താണ് ഉണ്ടായത്? സാധാരണ എന്നത്തെയും പോലെ കൃഷ്ണൻ പശുക്കളെ മേച്ചിട്ട് വരികയായിരുന്നു. അതാണ് ഇവിടെ പറയണത്. ഗഹനേഷു ചാരയിത്വ. ഗഹനേഷു എന്നുള്ളതിന് വിപിനേഷു എന്നും പാഠഭേദമുണ്ട് അത്ര. ഗഹനേഷു എന്ന് പറഞ്ഞാൽ നല്ല കൊടുങ്കാടുകളിൽ എന്നർത്ഥം. ഗഹനം എന്ന് പറഞ്ഞാൽ ആഴമുള്ള, ആർക്കും ചെന്നെത്താൻ എളുപ്പമല്ലാത്ത എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഗഹനം എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നത്. ഇവിടെ അതല്ലെങ്കിൽ വിപിനേഷു എന്നും പറയാമെന്ന് പറഞ്ഞു. വിപിനേഷു ഗാഹ, വിപിനങ്ങളിൽ, കാട് പ്രദേശങ്ങളിൽ, വൃന്ദാവനം മുതലായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഗാഹ ചാരയിത്വ, പശുക്കളെ ചാരയിത്വ മേച്ചിട്ട്. എല്ലാ ദിവസവും ചെയ്യണ പോലെ തന്നെ കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അതാണല്ലോ. ഭഗവാൻ ഒരു ദിവസം എങ്ങനെയായിരുന്നു പശുക്കളെ കൊണ്ട് മേച്ച് വന്നത് എന്ന്, അതുപോലെ തന്നെ എല്ലാ ദിവസവും മേയ്ക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതുപോലെ മേച്ചിട്ട് വരുമ്പോൾ പശുക്കളെയൊക്കെ നല്ല പുല്ലൊക്കെ കൊടുത്ത് കാടുകളിലൊക്കെ സഞ്ചരിച്ച് പശുക്കൾക്കൊക്കെ തൃപ്തി ഉണ്ടാക്കിയിട്ട് വയറ് നിറയെ പുല്ലൊക്കെ തീറ്റ കൊടുത്തിട്ട് വരുമ്പോൾ കൃഷ്ണ അങ്ങനെ സന്ധ്യാസമയത്ത്, സായം എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത്, കൃഷ്ണ സകോലാഹലം ആജഗാമ. സന്ധ്യയായപ്പോൾ കൃഷ്ണൻ കോലാഹലത്തോടു കൂടിയിട്ട് ആജഗാമ, അമ്പാടിയിലേക്ക് തന്നെ വന്നു. അതായത് കൃഷ്ണൻ എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ, വളരെ വലിയ കോലാഹലത്തോടു കൂടിയിട്ട് പശുക്കളെയൊക്കെ കൊണ്ട് അമ്പാടിയിൽ നിന്ന് കാട്ടിലേക്ക് പോവും. സന്ധ്യാവാറാവുമ്പോൾ എല്ലാ പശുക്കളെയും കൊണ്ട് കോലാഹലത്തോടു കൂടി തന്നെ തിരിച്ചു വരും. കോലാഹലം, ബഹളം, പശുക്കളുടെ ബഹളം ഉണ്ടാവും, പശുക്കുട്ടികളുടെ ബഹളം ഉണ്ടാവും, തൻ്റെ കൂടെ വന്നിട്ടുള്ള ഗോപന്മാരുടെ ഗോപക്കുട്ടികളുടെ ബഹളം ഉണ്ടാവും, ഇവരെ എല്ലാവരെയും വരവേൽക്കാൻ നിൽക്കണം അച്ഛനമ്മമാരുടെ ബഹളം ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടിയിട്ട് നല്ലൊരു ബഹളമാണ് സന്ധ്യാസമയത്ത് അമ്പാടിയിൽ. ആ ബഹളത്തോട് കൂടിയിട്ട് ഓടി ഓടി വരികയാണ് അവരവരുടെ ഗൃഹങ്ങളിലേക്ക്. അതുപോലെ തന്നെ പശുക്കളൊക്കെ അവരവരുടെ കുട്ടികളെ കാണാനും തൊഴുത്തിലേക്കൊക്കെ ഓടി വരികയാണ്. അതിൻ്റെയൊക്കെ ബഹളത്തോട് കൂടിയിട്ട് കൃഷ്ണൻ അമ്പാടിയിലേക്ക് ഓരോ ഗോപന്മാരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചെത്തുമായിരുന്നു. ആ സമയത്താണ് അരിഷ്ടൻ അവിടെ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അരിഷ്ടൻ ഭഗവാനെ തപ്പി നടന്ന് അവസാനം വഴിയിൽ മധ്യത്തിൽ വെച്ചിട്ടാണ് അമ്പാടിയിലേക്ക് വന്ന് കയറിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഓരോ വീടുകളിലും അന്വേഷിച്ച് നടന്നു. അപ്പോൾ അവിടെ ഒന്നും കാണാൻ കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കാണാൻ കിട്ടാഞ്ഞതെന്നാണെങ്കിൽ ഭഗവാൻ കാട്ടിലാണല്ലോ, പശുക്കളെ മേച്ചുകൊണ്ട് കാട്ടിൽ നടക്കുമായിരുന്നു. അങ്ങനെ അന്വേഷണമൊക്കെ ഏതാണ്ട് തീരാറായി, കാണാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും കാട്ടിലൊക്കെ മേഞ്ഞു നടന്ന പശുക്കളെയൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് കൃഷ്ണൻ വരണ നേരായിരുന്നു. അപ്പോഴാണ് കൃഷ്ണനെ അരിഷ്ടൻ ആദ്യമായിട്ട് കാണണത്. അതാണ് ഇവിടെ ശ്ലോകത്തിൽ പറയണത്. കോലാഹലത്തോട് കൂടിയിട്ടാണ് വന്നതെങ്കിലും അരിഷ്ടന് കൃഷ്ണനെ വേഗം മനസ്സിലാവുന്നുണ്ട്. അത് അടുത്ത ദിവസത്തെ ശ്ലോകത്തിൽ പറയും. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തത്കിം വിചാരേണ കരോതി വാസമത്രൈവ ദേവഃ കമലാസഹായ നോ ചേത് കഥം നാമ വസുന്ധരേയം ഋച്ഛേത് പരാമൃദ്ധിമഭൂതപൂർവാം.
ഇത്തം വിനിശ്ചിത്യ ഗൃഹാൻ ഗൃഹേഭ്യോ ഗത്വാ വിചിന്വത്യസുരേ മുരാരിം ഗാശ്ചാരയിത്വാ ഗഹനേഷു കൃഷ്ണഃ സായം സകോലാഹലമാജഗാമ. വളരെ കൃത്യമായിട്ടുള്ള വർണ്ണനാണ്. വാക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ടാണ് കവി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.